രാജ്യത്ത് കോവിഡ് കേസുകൾ കുത്തനെ കുറഞ്ഞു. ആക്റ്റീവ് കേസുകൾ 4754 24 മണിക്കൂറിനിടെ കേരളത്തിലും ഡൽഹിയിലും കോവിഡ് മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അജീഷ് ജയകുമാർ ഡൽഹിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അജീഷ്, ഈ കോവിഡ് സാഹചര്യം അത് ഒരു സമയത്ത് അത് കൂടി വന്നിരുന്നു. ഇപ്പോൾ പക്ഷേ ആക്റ്റീവ് കേസുകളുടെ എണ്ണം കുറഞ്ഞു വരുന്നു. അതായത് കോവിഡ് വീണ്ടും നിയന്ത്രണ വിധേയമാകുന്നു എന്നുള്ളതാണ്. അങ്ങനെ വലിയൊരു രീതിയിലേക്ക് അതിൻ്റെ വ്യാപനം പോയതുമില്ല. ഇപ്പോൾ ആശങ്കയ്ക്കിടയില്ല. അത്തരം വാർത്തകൾ വരുന്നു, പോസിറ്റീവായിട്ടുള്ള വാർത്തകൾ വരുന്നു. എന്താണ് പുതിയ വിവരങ്ങൾ? പ്രജിൻ പറഞ്ഞതുപോലെ തന്നെ ഒരു സമയത്ത് കോവിഡ് കേസുകളുടെ എണ്ണം രാജ്യത്ത് 7000 കടന്നിരുന്നു. പിന്നീട് അതിനുശേഷം ക്രമേണ അത് കുറഞ്ഞു വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇന്ന് 4754 ആക്റ്റീവ് കേസുകളാണ് രാജ്യത്ത് ഉള്ളത്. ഒരു ദിവസത്തിനുള്ളിൽ 258 കേസുകളുടെ കുറവാണ് രാജ്യത്തുണ്ടായത്. കേരളത്തിലും വലിയ തോതിൽ കേസുകളുടെ എണ്ണത്തിൽ കുറവ് വന്നിട്ടുണ്ട്. 1000-ന് താഴെ ആയിട്ടുണ്ട് കേരളത്തിലെ കോവിഡ് രോഗികളുടെ എണ്ണം. 943 പേരാണ് ഇപ്പോൾ കോവിഡ് ബാധിച്ച് ചികിത്സയിലുള്ളത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ പക്ഷേ 2 പേർ കോവിഡ് ബാധിച്ച് മരിച്ചിട്ടുണ്ട്. അത് ഒന്ന് കേരളത്തിലും മറ്റൊന്ന് ഡൽഹിയിലാണ്. എന്തായാലും കഴിഞ്ഞ തുടർച്ചയായ ദിവസങ്ങളിൽ രാജ്യത്തെ കോവിഡ് കേസുകളുടെ എണ്ണം കുറയുന്നത് വലിയ ആശ്വാസകരമായ ഒരു വാർത്തയാണ്. യെസ്, അജീഷ് ജയകുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ കോവിഡ് ഇങ്ങനെ അതിൻ്റെ വ്യാപനം കൂടി വരുന്നു എന്നൊക്കെ കേട്ടപ്പോൾ അതിൽ വലിയ ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് കുറഞ്ഞു വരുന്നു എന്നുള്ളത് എന്തായാലും ആശ്വാസമാവുകയാണ്. ഒരുപാട് പ്രേക്ഷകർ ഈ കമൻറ്റ് ബോക്സിൽ ഒരുപാട് കമൻറ്റുകൾ പറയുന്നുണ്ട്. അതപ്പോൾ പ്രസാദ് ശിവാനന്ദൻ എന്ന് പറയുന്ന ഒരു പ്രേക്ഷകൻ പറയുന്നു, റബ്ബർ വെക്കാൻ വേണ്ടി തെങ്ങ് വെട്ടി, ഇപ്പോൾ അതിൻ്റെ ദോഷം മനസ്സിലാകുന്നു. അതുമാതിരി നെൽവയൽ നികത്തിയപ്പോൾ മനസ്സിലായില്ല ചോറുണ്ണാൻ പറ്റില്ല എന്ന്. നേരത്തെ ഈ കിടപ്പാടമൊക്കെ ഒഴിവാക്കിയ ആൾക്കാർ പെരുവഴിയിലായ കാര്യം പറഞ്ഞപ്പോഴാണ്, ഈ PMA പദ്ധതിയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് കണ്ടപ്പോഴാണ് ഒരുപക്ഷെ അങ്ങനെ തോന്നിയിട്ടുണ്ടാവുക പ്രസാദിന്. നേരെ സൂചിപ്പിച്ചൊരു വാർത്ത ഉണ്ടായിരുന്നു, അപകട വാർത്ത. അതിലേക്കാണ് നമ്മൾ പോകുന്നത്. തൃശൂർ ചൊവ്വൂരിൽ ബസ് സ്റ്റോപ്പിലേക്ക് ബസ് ഇടിച്ചു കയറിയ സംഭവത്തിൽ ബസ് ഡ്രൈവർ റിമാൻഡിലായിരിക്കുന്നു. ബസ് ഡ്രൈവർ നാസറിനെതിരെ വധശ്രമത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. നാസർ ഇതിന് മുൻപും അപകടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്നലെ നടന്ന അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി പ്രേക്ഷകർ കാണാം. സൂരജ് സജി തൃശ്ശൂരിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു.